നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും പല സൈറ്റുകൾ ഓപ്പൺ ചെയ്യാനും ഈ ഗൂഗിൾ ക്രോമാണ് നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ ഗൂഗിൾ ക്രോമിൽ ഈ ഒരു കാര്യം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾ തന്നെ ഗൂഗിൾ ക്രോമിന് ചോർത്തി കൊടുക്കുന്ന പോലെ ആവും. നിങ്ങളുടെ ഡേറ്റാസ് മുഴുവൻ ലീക്കാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. അതൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ താഴെയായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആ സെറ്റിങ്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അവിടെ സേഫ്റ്റി ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, സേഫ്റ്റി ചെക്ക്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 സെറ്റിങ്സ് കാണാൻ കഴിയും. ആദ്യത്തെ അപ്ഡേറ്റ്, രണ്ടാമത്തെ പാസ്വേഡ് സേവ്ഡ് ടു ദിസ് ഡിവൈസ്, മൂന്നാമത്തെ സേഫ് ബ്രൗസിങ്. എന്നിട്ട് താഴെ ചെക്ക് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. പാസ്വേഡ് സേവ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ല. അതേപോലെ താഴെയായിട്ട് സേഫ് ബ്രൗസിങ് ഉണ്ട്, അതും കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ താഴത്തെ ആ സേഫ് ബ്രൗസിങ്ങിൻ്റെ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അവിടെ നോ പ്രൊട്ടക്ഷൻ ആയിരിക്കും താഴെയായിട്ട് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ഏറ്റവും മുകളിൽ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ബ്രൗസിങ്ങും ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരിക്കും. നമ്മുടെ ഒരു ഡേറ്റാസ് ലീക്കാകില്ല. അത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, അപ്ഡേറ്റ് കറക്റ്റായി, സേഫ് ബ്രൗസിങ് കറക്റ്റായി. ഇനി പാസ്വേഡാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. പാസ്വേഡിൽ എന്തോ ലീക്കേജ് ഉണ്ട്, നമ്മൾ പാസ്വേഡ് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ 2 കാര്യങ്ങളും കറക്റ്റാണ്. അപ്ഡേറ്റും സേഫ് ബ്രൗസിങ് കറക്റ്റാണ്. പാസ്വേഡ് മാത്രം പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഒന്ന് മാറ്റി കൊടുക്കുക. നിലവിലെ പാസ്വേഡ് മാറ്റി കൊടുക്കുക. ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും ഫുള്ള് ടിക്ക് മാർക്ക് വന്ന് ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ബ്രൗസ് ചെയ്യുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡേറ്റാസ് ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആകൂ. അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന എല്ലാം ഗൂഗിൾ ക്രോം വഴി ലീക്കാകുന്നതായിരിക്കും. നിങ്ങളുടെ പല ഡേറ്റാസും മിസ്യൂസ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.